പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഒരു പൂർണ്ണസംഖ്യയെ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുന്ന വിധമാണ്. ഉദാഹരണത്തിന് 2, 3, 4 പോലെയുള്ള പൂർണ്ണസംഖ്യകൾക്ക് ഭിന്നസംഖ്യാരൂപമുണ്ടോ, അഥവാ അവയെ ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ എങ്ങനെ? ഇതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം. 3 എന്ന ഭിന്നസംഖ്യയെ പൂർണ്ണസംഖ്യയെ ഭിന്നസംഖ്യയാക്കി എഴുതാമെന്ന് പരിശോധിക്കാം. ഇപ്പോൾ നോക്കുക, ആ പ്ലേറ്റിൽ 3 ആപ്പിൾ നിങ്ങൾ കാണുന്നു. ഇതിനെ, ഈ പ്ലേറ്റിലുള്ള ആപ്പിളിനെ ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ കഴിയുമോ? ഒരു ഭിന്നസംഖ്യ എഴുതണമെങ്കിൽ എന്താണ് നമുക്ക് ആവശ്യമാണ്? അതിൻ്റെ അംശം എന്താണെന്നറിയണം, ഛേദം എന്താണെന്നറിയണം. ഈ രണ്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഭിന്നസംഖ്യയുടെ രൂപത്തിൽ അതിനെ എഴുതാൻ കഴിയൂ. അപ്പോൾ ഒരു ഭിന്നസംഖ്യ എഴുതണമെങ്കിൽ നമുക്ക് അതിൻ്റെ അംശം അറിയണം, ഛേദം അറിയണം. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ അംശം എത്രയാണ്, ഛേദം എത്രയാണ്? ഇത് മനസ്സിലാക്കണമെങ്കിൽ അംശത്തെക്കുറിച്ചും ഛേദത്തെക്കുറിച്ചും വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമുക്ക് അംശം എന്താണെന്നും ഛേദം എന്താണെന്നും നല്ലവണ്ണം ആഴത്തിൽ വിശകലനം ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ 3 പ്ലേറ്റിലായി 3 ആപ്പിൾ കാണാം. ഓരോ പ്ലേറ്റിലും ഓരോ ആപ്പിൾ വീതം. ഇതിലെ മഞ്ഞ പ്ലേറ്റിലെ ആപ്പിളിനെ ഞാൻ 2ആയി മുറിക്കാൻ പോവുകയാണ്. അതുപോലെ നീല പ്ലേറ്റിലെ ആപ്പിളിനെ ഞാൻ 3ആയി മുറിക്കാൻ പോവുകയാണ്. അതുപോലെ അവിടെ ചില്ല് പ്ലേറ്റിലെ ആപ്പിളിനെ ഞാൻ 4ആയി മുറിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ മഞ്ഞ പ്ലേറ്റിലെ ആപ്പിളിനെ 2ആയി മുറിച്ചു. അപ്പോൾ കിട്ടിയ 2 കഷ്ണങ്ങൾ നിങ്ങൾ അതിൽ കാണുന്നത്. ഒരു മുഴുവനാവാൻ മഞ്ഞ പ്ലേറ്റിലെ എത്ര കഷ്ണം വേണം? 2 കഷ്ണം. സംശയമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഷ്ണത്തെ തൊട്ടിരിക്കുകയാണ്. ഈ തൊട്ട കഷ്ണം പോലത്തെ എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും? 2 എണ്ണം. സംശയമില്ലല്ലോ. ഇപ്പോൾ നീല പ്ലേറ്റ് നോക്കുക. അതിൽ നേരത്തെ കണ്ട ഒരെണ്ണത്തെ ഞാൻ തുല്യം 3 കഷ്ണമായി മുറിച്ചിരിക്കുന്നു. അതിലെ ഞാൻ ഒരു കഷ്ണത്തെ തൊടാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു കഷ്ണം തൊട്ടിരിക്കുന്നു. ഈ തൊട്ട കഷ്ണം പോലത്തെ എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും? 3 എണ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും. സംശയമില്ലല്ലോ. അടുത്തതായിട്ട് ചില്ല് പ്ലേറ്റിലെ കഷ്ണങ്ങൾ നോക്കുക. നേരത്തെ കണ്ട അവിടുത്തെ ഒരു ആപ്പിള് 4ആയി മുറിച്ച് വച്ചിരിക്കുകയാണ്. അങ്ങനെ മുറിച്ചപ്പോൾ കിട്ടിയ 4 കഷ്ണങ്ങളാണ് അതിൽ കാണുന്നത്. ഞാൻ അതിലൊരു കഷ്ണത്തെ തൊടാൻ പോവുകയാണ്. അതിൽ ഞാൻ ഒരു കഷ്ണം തൊട്ടു. ഇതേപോലെയുള്ള എത്ര കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും? 4. സംശയമില്ലല്ലോ. ശരി. അപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ 2 കഷ്ണമുണ്ട്. അപ്പോൾ ഒരു മുഴുവനാവാൻ 2 കഷ്ണം വേണം. നീല പ്ലേറ്റിൽ 3 കഷ്ണമുണ്ട്. ഒരു മുഴുവനാകാൻ 3 കഷ്ണം വേണം. ചില്ലിൻ്റെ പ്ലേറ്റ് 4 കഷ്ണമുണ്ട്. ഒരു മുഴുവനാകാൻ 4 കഷ്ണം വേണം. നിങ്ങൾ ആ പ്ലേറ്റുകളിലെ കഷ്ണങ്ങൾ കണ്ടു കഴിഞ്ഞതാണ്. ഞാൻ നിങ്ങളോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. മഞ്ഞ പ്ലേറ്റിലെ കഷ്ണം പറയണം നിങ്ങൾക്കറിയാം. ഒരു മുഴുവനാകാൻ എത്ര കഷ്ണം വേണം? മഞ്ഞ പ്ലേറ്റിൻ്റെ കഷ്ണത്തിൻ്റെ വലുപ്പത്തിൽ എത്ര എണ്ണം ചേർന്ന് ഒരു മുഴുവനാകും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 2. ശരി, അത് 2 എണ്ണം വേണം. ഇനി നീല പ്ലേറ്റിലേക്ക് നോക്കുക. അതിലൊരു കഷ്ണം കാണുന്നുണ്ട്. അതുപോലത്തെ എത്ര കഷ്ണം വേണം ഒരു മുഴുവനാവാൻ? 3 എണ്ണം. ശരി. അടുത്തൊരു ചോദ്യം. ആ ചില്ല് പ്ലേറ്റിൽ ഒരു കഷ്ണം കാണുന്നുണ്ട്. അതുപോലത്തെ എത്ര കഷ്ണം വേണം ഒരു മുഴുവനാവാൻ? 4. ശരി. ഞാൻ ചോദിക്കുകയാണ്, ഏത് പ്ലേറ്റിലെ കഷ്ണമാണ് ഏറ്റവും വലുത്? മഞ്ഞ പ്ലേറ്റിൽ. എന്താ കാരണം? അത് 2 കഷ്ണം മതി ഒരു മുഴുവനാവാൻ.
ഇനി അത് മാറ്റി കഴിഞ്ഞാൽ അടുത്ത ശേഷിക്കുന്ന 2 പ്ലേറ്റുണ്ട്, നീലയും ചില്ലും. ആ 2 പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ അതിലെ ഏത് കഷ്ണമാണ് വലുത്? നീല പ്ലേറ്റിലെ. എന്താ കാരണം? അങ്ങനത്തെ 3 കഷ്ണം മതി മുഴുവനാവാൻ. എന്നാൽ അതേസമയം ചില്ല് പ്ലേറ്റിലെ 4 കഷ്ണം വേണം. അതുകൊണ്ട് ഏറ്റവും ചെറുത് ചില്ല് പ്ലേറ്റിൽ. കാരണം എന്താ? ചില്ല് പ്ലേറ്റിലെ 4 കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവൂ. അതേസമയം നീല പ്ലേറ്റിലെ 3 കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാവും. ഏറ്റവും വലുത് ഇതിലെ മഞ്ഞ പ്ലേറ്റിൽ. കാരണം എന്താ? ആ 2 മതി. കാരണം വലിയ കഷ്ണമാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടോ? ഛേദത്തിൻ്റെ എണ്ണം നോക്കിയിട്ട്, അഥവാ കഷ്ണത്തിൻ്റെ എണ്ണം നോക്കിയിട്ട്, ഒരു മുഴുവനാവാൻ വേണ്ട കഷ്ണത്തിൻ്റെ എണ്ണം നോക്കിയാൽ ആ നിങ്ങൾക്ക് ഏത് കഷ്ണമാണ് വലുപ്പം എന്ന് പറയാൻ കഴിയും. ഇപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ 2 മതി ഒരു മുഴുവനാവാൻ. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ കഷ്ണം. അതേസമയം ചില്ലി പ്ലേറ്റിൽ 4 വേണം എന്ത്? ഒരു മുഴുവനാവാൻ. അപ്പോൾ ഒരു മുഴുവനാവാൻ വേണ്ട കഷ്ണങ്ങൾ കൂടും തോറും കഷ്ണത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു മുഴുവനാവാനായിട്ട് 10 വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കഷ്ണം ഇതിനേക്കാളൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഒരു 100 വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ ചെറിയ കഷ്ണമായിരിക്കും ഒരെണ്ണം. അപ്പോൾ ഒരു മുഴുവനാവാൻ വേണ്ട കഷ്ണങ്ങളുടെ എണ്ണം പറഞ്ഞാൽ നമുക്ക് കഷ്ണത്തിൻ്റെ വലിപ്പത്തിനെ കുറിച്ചൊരു ധാരണ, ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വരിക്കും. അപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാം എന്തോരം വലിപ്പമുണ്ടെന്ന്. അപ്പോൾ ഒരു മുഴുവനാവാൻ വേണ്ട എണ്ണം പറഞ്ഞാൽ കഷ്ണത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് ഒരു കഷ്ണത്തിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എണ്ണം മുഴുവനാവാൻ വേണ്ട കഷ്ണത്തിൻ്റെ എണ്ണമാണ് സാധാരണ പറയുക. അതാണ് ഛേദം. അപ്പോൾ ഛേദം പറയാൻ എന്ത് ചെയ്താൽ മതി? ഒരു മുഴുവൻ എണ്ണം ആവാൻ വേണ്ട, ഒരു മുഴുവൻ ആപ്പിളിൻ്റെ കാര്യമാണ്, ഒരു മുഴുവൻ ആപ്പിൾ ആവാൻ വേണ്ട എണ്ണം നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ ഓരോന്ന് തൊടാം. അപ്പോൾ നിങ്ങളതിന് ഛേദം പറയണം. ഞാനിപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ കഷ്ണത്തെ തൊട്ടു. അപ്പോൾ ഇതിൻ്റെ ഛേദം എത്രയാണ്? കാരണം ഇതുപോലത്തെ 2 കഷ്ണം വേണം ഒരു മുഴുവനാവാൻ. അതുകൊണ്ട് ഇതിൻ്റെ ഛേദം 2. ഞാൻ നീല പ്ലേറ്റിൽ ഒരു കഷ്ണത്തെ തൊടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഛേദം എത്രയാണ്? ഇതുപോലത്തെ 3 കഷ്ണം വേണം ഒരു മുഴുവനാവാൻ. അതുകൊണ്ട് ഇതിൻ്റെ ഛേദം 3. ഇനി ഞാൻ ചില്ല് പ്ലേറ്റിലെ കഷ്ണത്തെ തൊടുകയാണ്. ഇതിൻ്റെ ഛേദം എത്രയായിരിക്കണം? ഇതുപോലത്തെ എത്ര കഷ്ണം വേണം മുഴുവനാവാൻ? 4. അതുകൊണ്ട് ഇതിൻ്റെ ഛേദം എത്രയാണ്? 4. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു മുഴുവനാവാൻ 50 കഷ്ണം വേണം. അത്തരത്തിലാണ് ഒരു കഷ്ണമെങ്കിൽ ആ കഷ്ണത്തിൻ്റെ ഛേദത്തിലായിരിക്കും 50. നിങ്ങളിപ്പോൾ ഈ 3 പ്ലേറ്റിലും 3 കഷ്ണങ്ങൾ വീതം കാണുന്നു. അതിൽ മഞ്ഞ പ്ലേറ്റിലെ ഒരു കഷ്ണത്തിൻ്റെ വലുപ്പം പറയുകയാണെങ്കിൽ 2 ചേർന്നാൽ ഒരു മുഴുവനാകുന്ന വലുപ്പമാണ് ഒരു കഷ്ണത്തിനുള്ളത്. നീല പ്ലേറ്റിലാണെങ്കിൽ 3 കഷ്ണം ചേർന്നാൽ ഒരു മുഴുവനാകുന്ന വലുപ്പമാണ് ഒരു കഷ്ണത്തിനുള്ളത്. ചില്ല് പ്ലേറ്റിലാണെങ്കിൽ 4 ചേർന്നാൽ ഒരു മുഴുവനാകുന്ന വലുപ്പമാണ് ഒരു കഷ്ണത്തിനുള്ളത്. അപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ ഒരു കഷ്ണം തൊട്ടിരിക്കുകയാണ്, അതിൻ്റെ ഛേദം എത്രയാണ്? 2. നീല പ്ലേറ്റിൽ ഒരു കഷ്ണത്തെ തൊട്ടിരിക്കുകയാണ്, അതിൻ്റെ ഛേദം എത്രയാണ്? 3. ചില്ല് പ്ലേറ്റിൽ ഒരു കഷ്ണം തൊട്ടിരിക്കുകയാണ്, അതിൻ്റെ ഛേദം എത്രയാണ്? 4. അപ്പോൾ ഓരോ പ്ലേറ്റിലെയും കഷ്ണങ്ങളുടെ ഛേദം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ എണ്ണം പറയാം. മഞ്ഞ പ്ലേറ്റിൽ എത്ര എണ്ണമാണുള്ളത്? 3. അപ്പോൾ അത് നിങ്ങൾക്ക് എണ്ണി വയ്ക്കാൻ അറിയാം. 1, 2, 3. അതുകൊണ്ട് ആ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന കഷ്ണങ്ങളുടെ എണ്ണമാണ് അംശം. അപ്പോൾ മഞ്ഞ പ്ലേറ്റിലെ കഷ്ണങ്ങളുടെ അംശം എത്രയാണ്? 3. ഇനി നീല പ്ലേറ്റിലെ കഷ്ണങ്ങൾ നോക്കുക, എത്രയാണ്? 1, 2, 3. എണ്ണി നോക്കിയാൽ 3 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയും. എത്രയാണത്? 3. അപ്പോൾ നീല പ്ലേറ്റിലെ കഷ്ണങ്ങൾ എത്രയാണ്? 3. ചില്ല് പ്ലേറ്റിലേക്ക് നോക്കുക, അതിൽ കഷ്ണങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താം. 1, 2, 3. അപ്പോൾ ഇതിൻ്റെ അംശം എത്രയാണ്? 3. അപ്പോൾ ഞാൻ തൊട്ടിരിക്കുന്ന കഷ്ണം നോക്കുക, ഇതുപോലത്തെ 2 കഷ്ണം ചേർന്നാലാണ് ഒരു മുഴുവനെന്ന് മനസ്സിലായി.
അതുകൊണ്ട് ഇതിൻ്റെ ഛേദം 2. ഇതിലെ മൊത്തം കഷ്ണങ്ങൾ എണ്ണം 3, അപ്പോൾ അംശം 3. അപ്പോൾ മഞ്ഞ പ്ലേറ്റിൽ കാണുന്ന കഷ്ണങ്ങളെ നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിലെഴുതാം? അംശം 3 ഛേദം 2, 3/2. ഇനി ഞാൻ മഞ്ഞ പ്ലേറ്റ് ഒരു കഷ്ണം തൊട്ടിരിക്കുന്നു. ഇതുപോലത്തെ എത്ര കഷ്ണം ചേർന്നാലാണ് ഒരു മുഴുവനാവുക? 3. അതുകൊണ്ട് ഇതിൻ്റെ ഛേദം 3. ഇനി ഇതേ വലുപ്പത്തിൽ എത്ര കഷ്ണം ഉണ്ട്? 1, 2, 3. അപ്പോൾ ഇതിലെ അംശം എത്രയാണ്? 3. അംശം 3 ഛേദം 3 ഒരു ഭിന്നസംഖ്യ ആയിരിക്കും അതിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കാൻ, നീല പ്ലേറ്റിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് വേണ്ടത്. ഇനി ഞാൻ ചില്ല് പ്ലേറ്റിലെ ഒരു കഷ്ണം തൊട്ടിരിക്കുന്നു. ഇതുപോലെയുള്ള എത്ര കഷ്ണം വേണം ഒരു മുഴുവനാവാൻ? ഇതുപോലെയുള്ള 4 കഷ്ണം വേണം. അതുകൊണ്ട് ഇതിൻ്റെ ഛേദം 4. ഇതേപോലെ തൊട്ട പോലെയുള്ള എത്ര കഷ്ണം ഉണ്ടായിൽ? 1, 2, 3. അതുകൊണ്ട് ഇതിലെ എണ്ണം 3, അതായത് അംശം 3. അംശം 3 ഛേദം 4 വരുന്ന ഒരു ഭിന്നസംഖ്യയായിരിക്കും ചില്ല് പ്ലേറ്റിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കാൻ നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി മഞ്ഞ പ്ലേറ്റിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 3/2. നീല പ്ലേറ്റിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 3/3. ചില്ല് പ്ലേറ്റിലെ കഷ്ണങ്ങളെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ 3/4. 3 എന്ന അംശത്തിന് 4 ഛേദം വരുന്ന ഭിന്നസംഖ്യ ഇപ്പോൾ നമ്മൾ കണ്ടു. അവൾ 3 എന്ന അംശത്തിന് 3 ഛേദം വരുന്ന ഭിന്നസംഖ്യ കണ്ടു. അതുപോലെ 3 എന്ന അംശത്തിന് 2 ഛേദം വരുന്ന ഭിന്നസംഖ്യ കണ്ടു. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ 3 എന്ന അംശത്തിന് 5 ഛേദം വരുന്ന ഭിന്നസംഖ്യ കാണിക്കാം. കാരണം ഒരെണ്ണത്തെ 5 കഷ്ണമാക്കിയാൽ 3 കഷ്ണം എടുത്താൽ മതി. അതുപോലെ 3 എന്ന അംശത്തിന് 6 വരുന്ന ഒരു ഭിന്നസംഖ്യ നമുക്ക് കാണിക്കാം. ഒരു ആപ്പിളിന് 6 കഷ്ണം വെച്ചാൽ 3 കഷ്ണം എടുത്താൽ മതി. ഇങ്ങനെ 3 എന്ന അംശത്തിന് 5, 6, 7, 100, 1000 ഏത് വേണമെങ്കിൽ ഛേദം വരുന്ന ഭിന്നസംഖ്യ നമുക്ക് എഴുതാം. അത് നമുക്ക് വേണമെങ്കിൽ കാണിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കുക, ആദ്യം ഈ ചിത്രത്തിലെ ഏറ്റവും കാണുന്നത്, ഫസ്റ്റിൽ കാണുന്നത് 4 ഛേദം വരുന്ന ഭിന്നസംഖ്യയാണ്. അതിന് തൊട്ട് താഴെ 3 ഛേദം വരുന്ന ഭിന്നസംഖ്യയാണ്. അതിന് തൊട്ട് താഴെ 2 വരുന്ന ഭിന്നസംഖ്യയാണ്. അപ്പോൾ 3-ന് 4 വരുന്നൊരു ഭിന്നസംഖ്യ എഴുതാം. 3-ന് വേണമെങ്കിൽ 3 ഛേദം വരുന്നൊരു ഭിന്നസംഖ്യ എഴുതാം. 3-ന് വേണമെങ്കിൽ 2 ഛേദം വരുന്ന ഒരു ഭിന്നസംഖ്യ എഴുതാം എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ 3 എന്ന അംശത്തിന് 1 വരുന്ന ഒരു ഭിന്നസംഖ്യ എഴുതിക്കൂടെ? കാരണം എഴുതാൻ പറ്റണമല്ലോ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നിങ്ങൾ ഈ ആപ്പിളിൻ്റെ സഹായത്താൽ കാണിക്കും? ആപ്പിൾ മുഖാന്തരം നിങ്ങൾക്ക് 3/1 എന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ, എന്നെ ഭിന്നസംഖ്യ കാണിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ കണക്ക് പഠിച്ചു കഴിഞ്ഞെന്നർത്ഥം. നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ ട്രയലിലേക്ക് നോക്കുക. ഈ ട്രയൽ എന്താ കാണുന്നത്? 3 ആപ്പിൾ. ഇതായിരിക്കും അതിൻ്റെ ഉത്തരം. ചിത്രത്തിൽ കാണുന്ന അഥവാ ഈ നമ്മുടെ ട്രയൽ കാണുന്ന 3 എണ്ണം 3/1 സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യയാണോ ഒന്ന് പരിശോധിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അതിങ്ങനെ പരിശോധിക്കുക. അതിൽ ഒരു കഷ്ണത്തും നമ്മൾ തൊടുക. എന്നിട്ട് അതിൻ്റെ ഛേദം പറയുക. ഇങ്ങനെ ഛേദം പറയുക. ഇതുപോലെ എത്ര എണ്ണം വേണം ഒരു മുഴുവനാവാൻ എന്ന് പറയുക. ഇതുപോലത്തെ എത്ര എണ്ണം വേണം മുഴുവനാവാൻ? ഒരെണ്ണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഛേദം എത്രയാണ്? തൊട്ട കഷ്ണത്തിൻ്റെ ഛേദം എത്രയാണ്? 1. അപ്പോൾ അത് ശരിയാണ്. ഇനി അംശം ഇനി കണ്ടുപിടിക്കുക. തൊട്ട കഷ്ണം തൊട്ടതുപോലത്തെ എത്ര എണ്ണം അതിലുണ്ട്? 1, 2, 3. അപ്പോൾ വാസ്തവത്തിൽ അംശം അതിൽ 3. അപ്പോൾ അംശം ശരിയാണ്, ഛേദം ശരിയാണ്. അപ്പോൾ ഈ 3 മുഴുവനാണ് 3/1 സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എന്ന് മനസ്സിലായി. അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയെ എങ്ങനെ ഭിന്നസംഖ്യയാക്കാൻ കഴിയുമെന്ന് പഠിച്ചു. 3-നെ എങ്ങനെ ഭിന്നസംഖ്യയാക്കാമെന്ന് കണ്ടു നമ്മൾ. 3/1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് 3-ന് തുല്യമായ ഭിന്നസംഖ്യയാണ്. ഈ പ്ലേറ്റിൽ കാണുന്ന 2 എണ്ണത്തെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ കഴിയുമോ? അതിന് അംശം കണ്ടുപിടിക്കുക, ഛേദം കണ്ടുപിടിക്കുക. ഛേദം എങ്ങനെ കണ്ടുപിടിക്കുക? തൊടുക. ഇത് എത്ര എണ്ണം വേണം ഒന്നാവാന്ന് പറയുക. എത്ര എണ്ണം വേണം ഒന്നാവാൻ? ഒരെണ്ണം. അപ്പോൾ ഛേദം കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1. ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ട് അതിൽ? 1, 2. 2 അംശം. അപ്പോൾ അംശം ഛേദവും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭിന്നസംഖ്യ 2/1. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന 2 എണ്ണത്തെ എങ്ങനെ എഴുതാം? 2/1 എന്ന് എഴുതാം. എന്നാൽ ഇതുപോലെ വളരെ കോംപ്ലിക്കേറ്റഡ് രീതിയിൽ വളരെ സിമ്പിളായിട്ടും തെളിയിക്കാം.
അത് മറ്റൊരു രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പ്ലേറ്റിൽ മഞ്ഞ പ്ലേറ്റിൽ കാണുന്നത് 2 മുഴുവൻ ആപ്പിളാണ്. ഇതിനെങ്ങനെ നമുക്ക് 2/1 എന്ന് മറ്റൊരു രീതിയിൽ തെളിയിക്കാമെന്ന് നോക്കാം. ഇതിനെ നമ്മൾ 2ആയി മുറിക്കുകയാണെങ്കിൽ, ഓരോന്നിനും 2ആയി മുറിക്കുകയാണെങ്കിൽ 4 കഷ്ണമായി മാറും. ഇപ്പോൾ മുറിച്ചപ്പോൾ ഇതുപോലെ 4 കഷ്ണമായി മാറും. അപ്പോൾ ഈ 4 കഷ്ണം 2 തുല്യമാണ്. പക്ഷേ കഷ്ണങ്ങളുടെ വലിപ്പത്തിലാണ് 2 ചേർന്നാൽ ഒരു മുഴുവൻ വലുപ്പമാണ് കഷ്ണത്തിനുള്ളത്. അത് ഛേദം 2. അപ്പോൾ ഇത് കഷ്ണങ്ങളുടെ എണ്ണം 4. അതുകൊണ്ട് 4/2 തുല്യമാണിത്. ഇത് നിങ്ങൾക്ക് 2 തുല്യമാണെന്ന് നമുക്കറിയാം, 2 മുഴുവൻ തുല്യമാണെന്ന് അറിയാം. അപ്പോൾ 2 സമം എന്തെന്ന് എഴുതാം? ഇതിനെ 4/2 എന്ന് എഴുതാം. അപ്പോൾ ഈ 4/2 2 സമം 4/2. അപ്പോൾ 2 സമം 4/2 എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത് നോക്കുക. അപ്പോൾ 2 സമം 4/2 എന്ന് മനസ്സിലായി. ഇനി സമാന ഭിന്നങ്ങളെ നിയമം ഉപയോഗിച്ച് ഇതിനെ ചെറുതാക്കാം. മുകളിലും ചുവട്ടിലും 2 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 4 2ആയി മാറും, 2 1ആയി മാറും. അപ്പോൾ സമം 2/1 എന്ന് കിട്ടും. അപ്പോൾ 2 സമം 2/1 എന്ന് അങ്ങനെ തെളിയിക്കാം. അതുപോലെ 2ന് ഒരുപാട് സമാന ഭിന്നങ്ങൾ എഴുതാം. കാരണം 2 സമം 2/1 ആണെങ്കിൽ ഈ 2/1 തന്നെ മുകളിലും ചുവട്ടിലും ഏതെങ്കിലും സംഖ്യകൾ ഗുണിച്ചാൽ വേറെ സമാന ഭിന്നം കിട്ടും. ഉദാഹരണത്തിന് 2 കൊണ്ട് ഗുണിക്കാൻ വിചാരിക്കുക. അപ്പോൾ 4 × 2 അല്ല 2 × 2 4 കിട്ടും, 1 × 2 2 കിട്ടും. അപ്പോൾ 4/2 സമാന ഭിന്നം കിട്ടും. ഈ 2/1 3 കൊണ്ട് ഗുണിക്കാൻ വിചാരിക്കുക മുകളിലും ചുവട്ടിലും. അങ്ങനെയാണെങ്കിൽ അത് 2 6/3 കിട്ടും. ഇനി 2/1 മുകളിലും ചുവട്ടിൽ 4 കൊണ്ട് ഗുണിക്കാൻ വിചാരിക്കുക. അപ്പോൾ 8/4 ഒരു ഭിന്നസംഖ്യ കിട്ടും. ഇങ്ങനെ 5 കൊണ്ട് ഗുണിച്ചാൽ വേറെ ഭിന്നസംഖ്യ, 6 കൊണ്ട് ഗുണിച്ചാൽ വേറെ ഭിന്നസംഖ്യ, ഇങ്ങനെ എണ്ണമറ്റ സമാന ഭിന്നങ്ങൾ എഴുതാം. അതിനർത്ഥം ഒരു പൂർണ്ണസംഖ്യയെ അനേകം ഭിന്നസംഖ്യകളാക്കി എഴുതാമെന്ന് നാം കണ്ടു. ഇതാണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് വിടാം.